ജി സുധാകരനെ പൊളിറ്റിക്കൽ ക്രിമിനൽ എന്ന് വിളിച്ച് എച്ച് സലാം MLA. ഒരു രാഷ്ട്രീയത്തിന്റെ ഭാഗമായി നിൽക്കുന്നയാൾ ദോഷമായി പ്രവർത്തിച്ചാൽ അയാൾ പൊളിറ്റിക്കൽ ക്രിമിനൽ ആകും. ആലപ്പുഴയിൽ തിരിച്ചടി നേരിടുന്നത് ആദ്യമായല്ല. തിരിച്ചടി നേരിട്ടപ്പോഴെല്ലാം അതിനെ അതിജീവിക്കാനായിട്ടുണ്ട് എന്നും എച്ച് സലാം. ആലപ്പുഴയിലെ ഇപ്പോൾ ഉണ്ടായത് ഞങ്ങൾ പ്രതീക്ഷിക്കാത്തതാണ്. പക്ഷെ ആലപ്പുഴയിലെ ഏതെല്ലാം സമയത്ത് തിരിച്ചടി ഉണ്ടായ സമയത്തും അതെല്ലാം അതിജീവിക്കാനുള്ള കരുത്ത് ആലപ്പുഴ പാർട്ടിക്കുണ്ട്. ഇപ്പോൾ ആലപ്പുഴ ജില്ലയിലെ കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയത്തിന് വലിയ ആഘാതമുണ്ടായ ഒരു സമയം എന്ന് പറയുന്നത് ബഹുമാന്യായ ഗൗരിയമ്മ പാർട്ടി വിട്ടുപോയൊരു സമയമാണ്. 95-ൽ ഞങ്ങളൊക്കെ വിദ്യാർത്ഥികളാണ്. അപ്പോൾ ആ സമയത്ത് ഒരു ഇടതുപക്ഷ ഒരു കമ്മ്യൂണിസ്റ്റ് മാസിൻ്റെ തലക്കടിക്കുന്ന പോലെയുള്ള ആഘാതമുണ്ടായൊരു സന്ദർഭമാണ്. അതിനെ അതിജീവിച്ച പാർട്ടിയാണ് ആലപ്പുഴ പാർട്ടി. രഘുനാഥ് നാരായണൻ വിവരങ്ങളുമായി ചേരുകയാണ്. രഘുനാഥ്, ഇതിപ്പോ ഈ പ്രതിസന്ധി ഉണ്ടാകുന്നത് ഒരു തിരഞ്ഞെടുപ്പ് പരാജയത്തിന് തൊട്ടു പിന്നാലെയാണ് എന്നതുകൂടി ഓർക്കേണ്ടതുണ്ട്. അങ്ങനെ അതിജീവിക്കാൻ കഴിഞ്ഞ ചരിത്രം പക്ഷെ ചരിത്രമായി തന്നെ തുടരുകയാണ്. എന്തെങ്കിലും തരത്തിലുള്ള മാറ്റം ആലപ്പുഴയിലെ പാർട്ടിയിലെ പടലപ്പിണക്കത്തിൽ ഉണ്ടാകുന്നില്ല എന്നുള്ളത് മറന്നുകൊണ്ടാണോ ഈ പ്രസ്താവനകൾ? തിരഞ്ഞെടുപ്പ് പരാജയം ഇപ്പോഴത്തെ കാരണം മാത്രമായി കണ്ടാൽ മതി. കാരണം കഴിഞ്ഞ കുറച്ച് നാളുകളായി ജി സുധാകരൻ പലപ്പോഴും ആലപ്പുഴയിലെ എച്ച് സലാം ഉൾപ്പെടെയുള്ള CPM-ൻ്റെ നേതാക്കളെയും ഒക്കെ പരസ്യമായി വിമർശിച്ചുകൊണ്ട് അദ്ദേഹം രംഗത്ത് വരാറുണ്ട്. അത് തിരഞ്ഞെടുപ്പ് തോൽവിക്ക് മുമ്പ് തന്നെയുണ്ട്. ജി സുധാകരൻ്റെ വാക്കാണ് പൊളിറ്റിക്കൽ ക്രിമിനൽ. ആ പൊളിറ്റിക്കൽ ക്രിമിനലിസത്തിന് ആലപ്പുഴയിലെ ഭൂരിഭാഗം മാധ്യമങ്ങളും പിന്തുണയ്ക്കുന്നു എന്നുള്ളതാണ് ജി സുധാകരൻ്റെ ആരോപണം. കഴിഞ്ഞ കുറച്ച് നാളുകളെ അദ്ദേഹം പരസ്യമായി ഈ ആരോപണങ്ങളൊക്കെ ഉന്നയിക്കുന്നുണ്ടെങ്കിൽ പോലും ഒരു ജില്ലാ കമ്മിറ്റി ആ വിഷയത്തിൽ ഇടപെടുകയോ ജില്ലാ നേതൃത്വത്തിൽപ്പെട്ട ആളുകളൊക്കെ അതിനെ പരിഗണിക്കുകയോ ചെയ്തിരുന്നില്ല. എന്നാൽ ഇനിയും അങ്ങനെ വേണ്ട, പ്രതിരോധിച്ച് തന്നെ പോകാം എന്നുള്ളതാണ് ജില്ലയിലെ നേതാക്കളുടെ തീരുമാനം. കാരണം ജി സുധാകരൻ പലപ്പോഴും അദ്ദേഹം മാത്രം ശരിയും ബാക്കിയുള്ള ആളുകളെല്ലാം തെറ്റും എന്നുള്ള രീതിയിലുള്ള പരസ്യ പ്രസ്താവനകൾ നടത്തുന്നു. കാരണം CPM-ൻ്റെ നടപ്പിലാക്കിയ പ്രായപരിധി മാനദണ്ഡ പ്രകാരം ജി സുധാകരൻ നിലവിൽ ബ്രാഞ്ചിലാണ്. അദ്ദേഹം സംസ്ഥാന കമ്മിറ്റിയിൽ നിന്ന് ഒഴിവായി. അദ്ദേഹത്തിന് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പറ്റിയില്ല. അതിൻ്റെയൊക്കെ ഒരു വിഷമം കൊണ്ടാണ് അദ്ദേഹം പറയുന്നത് എന്നുള്ളതാണ് ഇവരുടെയൊക്കെ ഒരു പൊതുവികാരം. കാരണം 8 തവണ അദ്ദേഹം തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിട്ടുണ്ട്. നിയമസഭയിലേക്ക് 6 തവണ ജയിച്ചു, 2 തവണ മന്ത്രിയായി, ജില്ലാ കൗൺസിലിലേക്ക് മത്സരിച്ചു. അത്തരത്തിൽ പല ഘട്ടത്തിൽ അദ്ദേഹം ഇപ്പോൾ യാതൊരുവിധമായ പദവിയും ഇല്ലാത്തതിൻ്റെ ദുഃഖമോ ഫ്രസ്ട്രേഷനോ ഒക്കെയാണ് ഈ തീർക്കുന്നത് എന്നുള്ളതാണ് പൊതുവായി CPM നേതാക്കൾക്കുണ്ടായിരിക്കുന്ന വികാരം. അടുത്ത ജില്ലാ കമ്മിറ്റിയിൽ ഉൾപ്പെടെ അവർ ഈ വിഷയം ഉന്നയിക്കും. ഒരുപക്ഷെ ജി സുധാകരനും എന്തായാലും അദ്ദേഹത്തിൻ്റെ പലപ്പോഴുമുള്ള പ്രതികരണം നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അദ്ദേഹം പരസ്യമായി തന്നെ ഇത്തരത്തിലുള്ള അദ്ദേഹത്തിൻ്റെ അനിഷ്ടങ്ങളും എതിർപ്പുകളും ഒക്കെ തുറന്നു പറയും. എന്തായാലും എച്ച് സലാമും ഒട്ടും വിട്ടുകൊടുക്കാൻ വേണ്ടി അല്ലെങ്കിൽ CPM-ൻ്റെ താഴെത്തട്ടിലുള്ള നേതാക്കളും ഇപ്പോൾ നിലവിൽ ജില്ലയിൽ സജീവമായ നേതാക്കളും ഇനിയും അങ്ങനെ വിട്ടുകൊടുക്കണ്ട, പറഞ്ഞു തന്നെ പോകാം എന്നുള്ളതാണ് അവരുടെ നിലപാട്. അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ ആലപ്പുഴയിലെ CPM രാഷ്ട്രീയം കലുഷിതമായിരിക്കും. സ്വാഭാവികമായിട്ട് തന്നെ ജി സുധാകരൻ ഇതിന് മറുപടിയായിട്ട് വരും. ഇവർക്കും മറുപടി പറയേണ്ടി വരും. അങ്ങനെ വാങ്ങിച്ചും കൊടുത്തും ഒരു സംസ്ഥാന നേതാക്കളൊക്കെ ഇടപെടുന്ന ഘട്ടം വരെ അങ്ങനെ വാങ്ങിച്ചും കൊടുത്തും CPM നേതാക്കൾ അല്ലെങ്കിൽ ആലപ്പുഴയിലെ ജില്ലാ നേതൃത്വം മുന്നോട്ട് പോകാനാണ് ഇപ്പോഴത്തെ സാധ്യത. ശരി, ഒന്നുകിൽ നേതൃത്വത്തിൽ നിന്നുള്ള കടുത്ത നടപടി അല്ലെങ്കിൽ ഒരു സമവായം എന്നതിലേക്ക് മാത്രമേ ഇനി ചെന്ന് നിൽക്കാൻ കഴിയുകയുള്ളൂ എന്ന് ചുരുക്കം.